ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു കോവയ്ക്ക മസാല പുരട്ടി തയ്യാറാക്കിയാലോ? അതിനു വേണ്ടി ആദ്യം ഞാൻ കോവയ്ക്കയെല്ലാം കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, എല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഒന്ന് കടുക് വറുക്കാം. കടുക് വറുത്ത് അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കിയെടുക്കാം. മസാല ആയിട്ടിടുന്നത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം മുളക് പൊടിയുടെ ആ ഒരു പച്ച മണം എല്ലാം മാറിക്കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോവയ്ക്കയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ നീളത്തിനാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഈ കോവയ്ക്കയെല്ലാം കൂടി ആ മസാലയിലൊന്ന് യോജിപ്പിച്ച് നന്നായിട്ട് എടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ കോവയ്ക്ക മസാല റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു അല്പസമയം കൂടി കഴിയുമ്പോൾ സെറ്റായിക്കോളും. അല്പസമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക മസാല റെഡിയായിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക മസാല റെഡിയായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കറണ്ട് പോയായിരുന്നു, അങ്ങനെയാണ് വീഡിയോയുടെ ക്ലാരിറ്റി എല്ലാം പോയി.